ഹായ് ഫ്രണ്ട്സ്, കലയും സൗന്ദര്യവും ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം നമ്മുടെ ഇരിട്ടിക്കാർക്ക് എന്താ പറയാനുള്ളതെന്ന്. ലെറ്റ്സ് സീ വാട്ട് ഇരിട്ടി തിങ്സ്. ഇല്ല, കലയുടെ അടിസ്ഥാനം ഒരിക്കലും സൗന്ദര്യമല്ലല്ലോ. കല ആർക്ക് വേണമെങ്കിലും അഭ്യസിക്കുകയോ അല്ലെ പഠിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുക. ഇപ്പോൾ ഇന്നലെ തന്നെ സത്യഭാമ പറഞ്ഞത് ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ കറുത്ത കളറാണെങ്കിൽ കുട്ടി മത്സരിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ അവരുടെ എന്തെങ്കിലും ജാതീയതമായിട്ടുള്ള എന്തെങ്കിലും ചിന്തേൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം പെർട്ടിക്കുലർ ആയിട്ടുള്ളതല്ല. സൗന്ദര്യം എല്ലാവർക്കും ഉണ്ട്. കറുത്ത നിറക്കാരാണെങ്കിലും വെളുത്ത ആൾക്കാരാണെങ്കിൽ എങ്ങനെ കാണാനുള്ളവർ ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യമാണ്. അവർ സൗന്ദര്യം തെളിയിക്കുന്ന ഓരോ കലകളിലൂടെയൊക്കെയാണ്. അവർക്ക് സൗന്ദര്യം തെളിയിക്കാൻ പറ്റുന്ന ഏറെ മേഖലകൾ ഉണ്ടെങ്കിൽ പോലും പലരും സൗന്ദര്യത്തിന്റെ പേരിൽ അതിന് എന്താ പറയുക, അതിൽ വേദനിക്കുന്നവർ ജാസ്തി. അവരുടെ കലകൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് പകരം അവരുടെ സൗന്ദര്യത്തിനെ പറ്റി കുറ്റം പറയലല്ല ആണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കൂടുതലാണ് എല്ലാം. ശാരീരികമായ ഒരു സൗന്ദര്യം എല്ലാ കലയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ കളറോ വർണ്ണമോ അങ്ങനെ അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിനെ മാനദണ്ഡമാക്കി കലയെ അളക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ആവരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ സത്യഭാമ ഇന്നലെ കലവന്നിയുടെ സഹോദരനെ അധിക്ഷേപിച്ച ആ വർണ്ണ വിവേചനത്തോടുകൂടിയുള്ള ആ അധിക്ഷേപം ഈ ഒരു നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഏറ്റ അപമാനം തന്നെ. ആ വിഷയത്തെക്കുറിച്ച് എൻ്റേതായ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റും. ഒന്നും വർണ്ണത്തിൻ്റെയോ നിറത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലാവരുത് ഒരു കലയെയും അളക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കലയെയും ആ രീതിയിൽ നിർവചിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ കലയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ അതിനെ ജഡ്ജ് ചെയ്യാനോ ആ തരത്തിലൊരിക്കലും ഒരു സാംസ്കാരിക കേരളത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. അത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് എൻ്റെ 100% എൻ്റെ അഭിപ്രായം. അങ്ങനെ തന്നെയാണ്. കറുപ്പും പൊഴുപ്പലും മനസ്സൊന്നായി, കറുപ്പും പൊഴുപ്പലും ഒരേപോലെ മനസ്സൊന്നാണ് ഒരു വേറെ വ്യത്യാസം. കറുപ്പും പൊഴുപ്പലും കളറും തന്നെ കൂടെ പറഞ്ഞു പഠിത്തവിനെ നമുക്ക് മാറ്റി തരാം. അതുകൊണ്ട് മനസ്സ് നന്നാവും.